ഇപ്പോൾ ചാക്കുനൂല് പൊട്ടിക്കുന്ന ഒരു വിദ്യ കാണിച്ചാൽ ചാക്കുനൂല് പറഞ്ഞാൽ പിന്നെ വളത്തിൻ്റെ ചാക്കായാലും അരിച്ചാക്കായാലും പഞ്ചസാര ചാക്കായാലും ഏത് ചാക്കിൻ്റെയും നൂല് പൊട്ടിക്കുന്ന ഒരു വിദ്യ. നമുക്ക് സാധാരണ ബ്ലേഡ് കൊണ്ട് അരിഞ്ഞിട്ടാണ് നൂല് പൊട്ടിക്കല്. അപ്പോൾ കത്തി കൊണ്ട് ബ്ലേഡ് കൊണ്ട് അതൊന്നും വേണ്ട, നമുക്ക് കൈ കൊണ്ട് പൊട്ടിക്കാം. ഇവിടെ കാണിച്ച ക്യാമറ എന്താ ഈ ഒരു നൂല് മെല്ലെ ഐക്യമാണ് ഞാൻ അല്ല അതിനെ ഇങ്ങനെ വിളിച്ച് അങ്ങനെ വരും. ഒരു ബ്ലേഡും വേണ്ട, ഒരു കത്തിയും വേണ്ട. ഇതാ തുറന്നു വന്നു. ഇത് നമസ്കാരമുണ്ട്, പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം. ഞാൻ സുരേഷ് മൗക്കോട്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു കൃഷിയിടത്തിലാണ്. ഇത് മൗക്കോടെ സ്ഥലം. ഞാൻ നോക്കി നടക്കുന്ന ഒരു കൃഷിയിടാണിത്. ഇത് തെങ്ങുണ്ട്, കവുങ്ങുണ്ട്, കുരുമുളക്, വാഴ എല്ലാം കൂടിയുള്ള ഒരു പച്ചപ്പ് നിറഞ്ഞ ഒരു കൃഷിയിടാണ്. അപ്പോൾ ഇനി കുറച്ച് വളം മണിക്കാൻ വേണ്ടി ഞാൻ പാടിച്ചാലേക്ക് പോയത്. അപ്പോൾ നിങ്ങൾക്ക് ഈ എൻ്റെ കൃഷിയിടം ഒന്ന് കാണിക്കാൻ വേണ്ടി ഞാനൊരു വീഡിയോ പിടിച്ചതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. വളമെടുക്കാൻ വേണ്ടി നമ്മുടെ സുഹൃത്തിൻ്റെ വണ്ടി വിളിച്ച് പിന്നെ വണ്ടി വന്നു. വണ്ടി കയറി, വണ്ടി വിട്ടു. മഴ തകർത്ത് പോയുന്നുണ്ട്. രാവിലെ വരെ നല്ല മഴയാണ്. കൊട്ടാരയുടെ പാലം കഴിഞ്ഞു. അങ്ങനെ ഞങ്ങൾ പാടിച്ചാൽ ടൗണിലെത്തി. ടൗണിൽ നല്ല മഴയാണ്. പ്രശാന്ത് ഞാനും വയനാട്ടിൽ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഞാൻ ഇന്നലെ മഴ നല്ല മഴയാണ്. മഴക്കൊരു കുറവില്ല, നല്ല മഴ വരും. ആ കാണുന്ന GSM ടവറാണ്. ലെഫ്റ്റ് പോയി ചെറുപുഴക്കും റൈറ്റ് പോയി വരുമ്പോഴാണ്. നമുക്ക് റൈറ്റ് അക്കൗണ്ട് ഒരു 50 മീറ്റർ വേൽ വളക്കടയിലെത്താം. അങ്ങനെ ഞങ്ങൾ പാടിച്ചാൽ വളക്കടയിലെത്തി. വളം കയറ്റാൻ വേണ്ടി വണ്ടി റിവേഴ്സ് വെക്കുന്നു. അങ്ങനെ ലോഡിങ് കാർ വണ്ടിയിലേക്ക് വളം കയറ്റി കൊടുക്കുന്നുണ്ട്. നമ്മൾ എടുത്ത വളം എന്ന് പറഞ്ഞാൽ അഗ്രോമെല്ലും മഗ്നീഷ്യമാണ്. വളം കയറ്റി കഴിഞ്ഞു. പ്രശാന്ത് ഷീറ്റിട്ട് മൂടയുന്നു. അങ്ങനെ 9:15 പാടിച്ചാൽ ഞങ്ങൾ വിട്ടു. 9:45 നോക്കിവിടും. അങ്ങനെ പണിസെറ്റിൽ വളർത്തി വെക്കാൻ വേണ്ടിയിട്ട് എൻ്റെ കൂടെ പണിയെക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ അസർപ്പും സൂരജും ഞങ്ങൾ കാത്തു നിൽക്കുന്നുണ്ടായി. അങ്ങനെ വണ്ടി വന്നു. ഞങ്ങളെല്ലാം കൂടി വളർത്തി വെച്ചു. നമസ്കാരമുണ്ട്. നമ്മൾ ഇന്നലെ കൊണ്ടുവച്ച വളമാണ് ഈ കാണുന്നത്. അല്ല ഒരു 10 മണിയായിട്ടുള്ള ഇറക്കുമ്പോൾ. അപ്പോൾ ഇന്നലെ ഭയങ്കര മഴയാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ആ വളം ഇവിടെ പോയത്. അത് വളം അഗ്രോമില്ലും മഗ്നീഷ്യമാണ് വളം. അപ്പം വളം ഇടുന്നത് കാണാം നമുക്ക്. ഒരു ചാക്ക് ഫുള്ള് കൊണ്ടുവന്നല്ലേ ഇങ്ങോട്ട് മുകളോട്ട്? ഒരു ചാക്ക് ഫുള്ള് കൊണ്ടുവന്നല്ലേ പൊടിച്ചോണ്ടെന്ന്? ആ എന്നാ കയറ്റാൻ കഴിയില്ലല്ലേ? ആ ഇപ്പോൾ ചാക്കുനൂല് പൊട്ടിക്കുന്ന ഒരു വിദ്യ കാണിച്ചാൽ ചാക്കുനൂല് പറഞ്ഞാൽ പിന്നെ വളത്തിൻ്റെ ചാക്കായാലും അരിച്ചാക്കായാലും പഞ്ചസാര ചാക്കായാലും ഏത് ചാക്കിൻ്റെയും നൂല് പൊട്ടിക്കുന്ന ഒരു വിദ്യ. നമുക്ക് സാധാരണ ബ്ലേഡ് കൊണ്ട് അരിഞ്ഞിട്ടാണ് നൂല് പൊട്ടിക്കല്. അപ്പോൾ കത്തി കൊണ്ട് ബ്ലേഡ് കൊണ്ട് അതൊന്നും വേണ്ട, നമുക്ക് കൈ കൊണ്ട് പൊട്ടിക്കാം. ഇവിടെ കാണിച്ച ക്യാമറ എന്താ ഈ ഒരു നൂല് മെല്ലെ ഐക്യമാണ് ഞാൻ അല്ല അതിനെ ഇങ്ങനെ വിളിച്ച് അങ്ങനെ വരും. ഒരു ബ്ലേഡും വേണ്ട, ഒരു കത്തിയും വേണ്ട. ഇതാ തുറന്നു വന്നു. ഇത്
എല്ലാവരും നമ്മുടെ കൃഷ്ണനിലിടും പൂഞ്ചത്തെ നമ്മുടെ അന്തച്ചൻ ഇത് ജൈവവളമാണ് അഗ്രോമില്ല്. ഇത് 5 കിലോ ഒരു തെങ്ങിടുന്നത്, 1/2 കിലോൻ്റെ ചിരട്ടയാണ്. അപ്പോൾ ഒരു 10 ചിരട്ട ഉണ്ടോ നമ്മൾ ഇട്ട് നോക്കാം. പക്ഷെ അകലത്തന്നെ ഇടണം. ഇതിൻ്റെ ഗുണങ്ങളെല്ലാം ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു. ഇത് മഗ്നീഷ്യം. ഇത് തെങ്ങിന് ഒരു 1/2 കിലോയാണ് ഒരു തെങ്ങ് ഇടുന്നത്. കഴുങ്ങിനാണെങ്കിൽ 200 ഗ്രാം അങ്ങനെ ഇടുന്നത്. അപ്പോൾ കഴുങ്ങിനാകുമ്പോൾ നേരത്തെ ഇട്ട് കഴിഞ്ഞു. ഇനിയിപ്പം ഇതിൻ്റെ ഗുണം എന്ന് പറഞ്ഞാൽ ഈ തെങ്ങിനും കഴുങ്ങിനും മഞ്ഞളിപ്പ് വരുന്നതിന് ഇടുന്നതാണ്. ഇത് ഇട്ട് കഴിഞ്ഞാൽ നല്ല പച്ചപ്പ് വരും. അതിനാണ് ഈ മഗ്നീഷ്യം നമ്മൾ ഇട്ട് കാണിച്ചതാണ്. നല്ല കാലാവസ്ഥ. ചിങ്ങമാസം പോലെ നല്ല കർക്കിടക മാസത്തിൽ ഇങ്ങനത്തെ കാലാവസ്ഥയാണ്. മഴയെല്ലാം മാറിയല്ലേ, നല്ല ചൂട്. വളരുന്ന നല്ല സമയമല്ലേ ചോദിച്ചാൽ മഴയില്ലല്ലേ. നമ്മൾ ഏത് വളം ഇടുന്നെങ്കിൽ അത് അപ്പനും കൊത്തി മണ്ണിലുള്ളാകണം, അല്ലെങ്കിൽ ഗ്യാസ് പോകും. ഇനി ജൈവവളാനും പാടില്ല, രാസവളാനും പാടില്ല. കവുങ്ങിലായാലും തെങ്ങിലായാലും വാഴക്കായാലും അപ്പനെ കൊത്തി മൂടിയില്ലെങ്കിൽ പിന്നെ ഗ്യാസ് പോകും. ഗ്യാസ് പോകുമ്പോൾ ചണ്ടിയായിരിക്കും, പിന്നെ അതിനൊന്നും കിട്ടില്ല. പിന്നെ ആദ്യം കൊത്തി മണ്ണിലുള്ളതാകണം. തൈക്ക് വളം ഇട്ടു, മൂടി. ഇനിയിപ്പോൾ തോല് കൊത്തിൻ്റെ പണിയാണ്. അപ്പോൾ ഞാൻ കാണിച്ചതാണ്. ഈ മരമുണ്ട്, നമുക്ക് അത് അശപ്പന കിട്ടാതെ കൊത്തിയിട്ടില്ല. നോക്കണേ സുരേഷേട്ടാ, ഉറുമ്പുണ്ടല്ലോണോ? ആട്ടിയ പോത് വീന്നുണ്ട്. ചെറിയ ഉറുമ്പുണ്ടോ നോക്കണം, നോക്കി കൊത്തിക്കോട്ടാ. അത് കുറേ താഴോട്ട് പോകണം കേട്ടോ. താഴെ തൈക്കൊന്നും കുറവല്ലേ, അങ്ങോട്ട് കൊണ്ടിക്കോ. ആ നല്ല തോലുണ്ട്. അമ്മ ഇത് കഴിഞ്ഞിട്ട് കൊത്തിയാ പോരെ. എല്ലാത്തിനും ഉറുമ്പ് തന്നെയല്ലേ. ഭയങ്കര ഉറുമ്പാണല്ലോ. നോക്കണേ, ഉറുമ്പുണ്ട് നോക്കണേ. ഉറുമ്പുണ്ട് കേട്ടോ, നല്ല ഉറുമ്പ്. നോക്കണേ, ഉറുമ്പുണ്ട് കേട്ടോ. അങ്ങനെ തോലിട്ട് കഴിഞ്ഞു, അങ്ങനത്തെ പണിയും കഴിഞ്ഞു. ഞാൻ അടുത്ത വീഡിയോ കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.